എന്റെ സ്നേഹിതരെ, ഈ സീരിയലിലെ ഒന്നും രണ്ടും VCDകൾ നിങ്ങൾ കണ്ടോ, കേട്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് വേണം ഈ മൂന്നാമത്തെ VCD കാണുകയോ കേൾക്കുകയോ ചെയ്യുവാൻ. കാരണം അതിന്റെ തുടർച്ചയാണ് ഇത്. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കണ്ടെന്ന് വെച്ചിട്ട് സമയമുള്ളപ്പോൾ 3 കൂടെ കേൾക്കുക, പിന്നെ 4, 5 കേൾക്കുക. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവരാജ്യം ആവിഷ്കരിക്കാനാണ്. ദൈവരാജ്യം ആവിഷ്കരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവജനം ബന്ധനത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്. പിശാച് ബന്ധിക്കുന്നു, രോഗങ്ങൾ ബന്ധിക്കുന്നു, സാമ്പത്തിക അസമത്വങ്ങൾ ബന്ധിക്കുന്നു, സ്വന്തം മനസ്സിന്റെ ദുരുപദേശങ്ങളും വിശ്വാസക്കുറവുകളും ഒക്കെ അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും മനുഷ്യന് സ്വാതന്ത്ര്യവും കൃപയും കൊടുക്കാനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ 61-ാം അധ്യായം 1, 2, 3 വചനത്തെ ഉപജീവിച്ചും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17, 18, 19 വചനങ്ങളെ ഉപജീവിച്ചും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അങ്ങനെയാണെന്ന് കരുതിയാൽ തന്നെയും ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് സഭ ചെയ്യേണ്ടത്. ക്രിസ്തുവിന്റെ ശുശ്രൂഷ മനുഷ്യന്റെ ബന്ധനങ്ങൾ അഴിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ബന്ധനങ്ങൾ അവന് ജ്ഞാനം കൊടുക്കണം, കൃപ കൊടുക്കണം, രോഗം മാറ്റണം, വീട് കൊടുക്കണം, പൈശാചിക ബന്ധനങ്ങൾ മാറ്റണം. ഇതിന് ക്രിസ്തു എന്ത് ഏർപ്പാട് ചെയ്തു? പറ. സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ വരുമ്പോൾ 12 അപ്പസ്തോലന്മാർക്ക് കൃപ വാങ്ങിച്ചു കൊടുത്ത യേശു ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിജാതിയുടെ അടുത്ത് പോകരുത്. 5 മുതലുള്ള വചനങ്ങൾ. സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. അപ്പസ്തോലന്മാർ അന്നുള്ളവരും അപ്പസ്തോലന്മാരെന്ന് കരുതുന്നവർ ഇന്നുള്ളവരും അവർ ദൈവജനത്തിന്റെ അടുത്ത് പോകുമ്പോൾ, അഥവാ പള്ളിയിൽ ജനങ്ങൾ വരുമ്പോൾ, അഥവാ പള്ളിയുടെ അടുത്തുള്ള മൈതാനിൽ ജനങ്ങൾ വരുമ്പോൾ ഒരു കുർബാന അർപ്പിക്കുക എന്നും ഒരു നൊവേന ചൊല്ലുക എന്നും ഒരു നേർച്ചപ്പെട്ട് വാതിൽക്ക് വെക്കുക എന്നും അല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് കേക്ക്. മത്തായിയുടെ 10-7 സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. കേട്ടോ കർത്താവ് അപ്പസ്തോലന്മാർക്ക് ചുമതല കൊടുത്തത്. ഈ അപ്പസ്തോലിക പാരമ്പര്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട ബിഷപ്സും വൈദികരും സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട കൈക്കാരൻ, കണക്കൻ, വേദപാഠാധ്യാപകൻ, കമ്മിറ്റി മെമ്പർമാരും കർത്താവിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നെങ്കിൽ ഈ വാക്യം ഒന്ന് അറിയുകയെങ്കിലും വേണ്ടേ? ചെയ്തില്ലെങ്കിലും വേണ്ടി ഒന്ന് അറിയുകയെങ്കിലും വേണ്ടേ? കർത്താവ് അവരോട് പറയുകയാണ്: നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ. അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷ തുടർന്ന് ചെയ്യാൻ വിളിക്കപ്പെട്ടതാണ് നിന്റെ സഭ. കോടികളോ ലക്ഷങ്ങളോ പണമോ അംഗത്വമോ എത്ര ഉണ്ടെങ്കിലും അതിന്റെ ജോലി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി സ്വർഗരാജ്യത്തിൽ പോകുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. കഴിഞ്ഞ കാസറ്റ് നിങ്ങൾ കേട്ടതിന്റെ ബാക്കി തന്നെ, അല്ലെങ്കിൽ കേട്ടത് തന്നെയാണ്. മത്തായി 5-ൽ ബന്ധിതരോട് പറയുകയാണ്: നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണോ? സ്വർഗരാജ്യം തരാം. 4-ാം വചനം ദുഃഖിതനാണോ? ആശ്വാസം തരാം. 5-ാം വചനം സൗമ്യത ഉണ്ടാക്കാമോ? ഭൂമിയെ അവകാശമാക്കി തരാം. 6-ാം വചനം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുണ്ടോ? സംതൃപ്തി തരാം. നിങ്ങൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാനും കരുണ കാണിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടോ? ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പട്ടുകുപ്പായങ്ങളിലും ശുദ്ധി ഉണ്ടോ എന്നല്ല പറയുന്നത്. അവിടെ ഒത്തിരി മീറയും കുന്തിരിക്കവും പുകച്ചോ എന്നല്ല പറയുന്നത്. കിടുകിടുകിടുകിടോ എന്ന് കുറെ മെഴുകുതിരിക്കാലുകൾ പോലെ കിലുക്കി 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 കുലുക്കി കുലുക്കി ഒച്ച വെക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് തരാമെന്നല്ല പറയുന്നത്. ഹൃദയശുദ്ധി ഉണ്ടോ? അതാ കർത്താവ് പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിങ്ങൾക്കിപ്പോ ദൈവത്തെ കണ്ടില്ലെങ്കിലും പാസ്റ്ററെയോ മെത്രാനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടാൽ മതിയെന്നാണെങ്കിലും ഒക്കെ കണ്ടു. നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ? ദൈവത്തിന്റെ അടുത്ത് പോകണമോ? ദൈവപുത്രനെ പോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത വേണമോ? വേണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന എന്നെ പോലുള്ള നിസ്സാരർ പറയുന്നത് അല്പമൊന്ന് ശ്രദ്ധിക്കൂ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. മത്തായി 5-7 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. ആർക്കൊക്കെയാണ് ദൈവരാജ്യം ലഭിക്കുക അഥവാ സ്വർഗം കിട്ടുക എന്നതിന് വ്യക്തമായ അവതരണമാണ് ഗിരിപ്രഭാഷണം നൽകുന്നത്, മലയിലെ പ്രസംഗം നൽകുന്നത്. ഇതാണ് സത്യമെന്നിരിക്കെ എല്ലാ ദിവസവും ഇടവപ്പള്ളിയിൽ പോയി കുർബാനയും കണ്ടു മടങ്ങുന്നവരെ, എല്ലാ ദിവസവും കപ്പോളയിൽ പോയി 8 നോമ്പ് ആചരിച്ച് കിടക്കുന്നവരെ,
നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടണമോ നിങ്ങൾ ഈ വചനം അനുസരിച്ച് പ്രാർത്ഥിക്കണം, ചിന്തിക്കണം, ജീവിക്കണം. കുർബാന അത് നിങ്ങൾ ഞായറാഴ്ചയോ വല്ലപ്പോഴും കാണുന്നതിന് എതിരായിട്ട് പറയുകയാണെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ കർത്താവിന്റെ വചനത്തിലേക്ക് പൂർണ്ണമായും വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം കിട്ടുകയില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. കാലാതീതമായ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ആത്മാവിൽ സമ്പന്നരായവര് സ്വർഗരാജ്യം പ്രതീക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു ദരിദ്രർക്കാ കൊടുക്കുക എന്ന്. സന്തോഷിക്കുന്നവർക്ക് ദൈവരാജ്യം പ്രതീക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു ദുഃഖിക്കുന്നവർക്കാണെന്ന്. ഇതിന്റെ അർത്ഥം എന്താ? മൂല്യങ്ങൾ തലകുത്തി മറിയുന്നു എന്ന്. പഴയ നിയമവും ഈ ലോകവും ആവിഷ്കരിച്ച മൂല്യങ്ങളുടെ കുഴമറിച്ചിലാണ് യേശുക്രിസ്തു പ്രസാദിക്കാൻ പോകുന്നതെന്ന്. ദൈവത്തിന്റെ സ്നേഹം നിരന്തരം ഔദാര്യപൂർവ്വം അനുഭവിച്ചറിയുന്ന പൂർവിക പാരമ്പര്യ അവസ്ഥയിൽ നിന്നും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കൃപയിലേക്ക് വരണമെന്ന്, മനുഷ്യൻ മനുഷ്യനെ അംഗീകരിക്കണമെന്ന്, അവന്റെ മുൻവിധികളെ തള്ളിക്കളയണമെന്ന്, സാമൂഹ്യ പ്രതിബദ്ധതകളുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ഉപരിയായി സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന്, അവരന്റെ സുഖങ്ങളിൽ ഇടപെടണമെന്ന്, അവരനെ തന്നേക്കാൾ വലിയവനെ കാണണമെന്ന്, അവരനോടുള്ള കാർക്കശ്യം അവസാനിപ്പിക്കണമെന്ന്, അവരനോട് ഔദാര്യം കാണിക്കണമെന്ന്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി പരിഗണിക്കണമെന്ന്, ഉള്ളതിൽ കൂടുതൽ മേന്മ ഭാവിക്കരുതെന്ന് ഒക്കെ യേശു തന്റെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് പുതിയ നിയമം അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച് ദൈവരാജ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അയൽവാസിയായ മനുഷ്യന്റെ കണ്ണുനീരൊപ്പാൻ സാധിക്കാത്ത ദൈവരാജ്യത്തെ യേശു ദൈവരാജ്യം എന്ന് വിളിക്കുകയില്ല. അപ്പരന്റെ വീട്ടിൽ പോകാതെയും അവന്റെ കടങ്ങൾ പൊറുക്കാതെയും അവനോട് ക്ഷമിക്കാതെയും അവനോട് സ്നേഹിക്കാതെയും അവന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെയുമുള്ള ഒരവസ്ഥയെയും യേശു ബൈബിളിൽ ദൈവരാജ്യമെന്ന് ഒരിക്കലും വിളിക്കുന്നില്ല. പിതാവായ ദൈവം നമ്മൾ ചെയ്ത സകല പാപങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നമ്മളും 70 പ്രാവശ്യം നമ്മോട് തന്നെയും മറ്റുള്ളവരോട് ക്ഷമിക്കാത്തിടത്തോളം കാലത്ത് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ദൈവശാസ്ത്രജ്ഞന്മാരും വചനത്തെക്കാൾ ഉപരിയായി കൂദാശകളെയും ബന്ധപ്പെട്ട തിരുനാളുകൾ, പെരുന്നാളുകൾ, കൂട്ടങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, വെടിപടക്കം മുതലായവയെയും രൂപക്കൊടുകളെയും ചുമന്നുകൊണ്ട് വർണ്ണപ്പകിട്ടായിരുന്ന വസ്ത്രവും അതിന്റെ മുകളിൽ വസ്ത്രം, പിന്നത്തെ വസ്ത്രം, പിന്നത്തെ വസ്ത്രവും, പിന്നത്തെ മുഴുത്ത വസ്ത്രവും, കൊന്തയും കുരിശും കൂടാരവും എല്ലാമായിട്ട് നടക്കുന്നവർ അങ്ങനെ നടക്കുന്നത് കൊണ്ട് അവര് പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കാതെ സ്വന്തം ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്നേഹമായ ദൈവത്തിലേക്ക്, വചനമായ ദൈവത്തിലേക്ക് നിങ്ങൾ വരണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു ദൈവരാജ്യത്തെ കുറിച്ചാണ് യേശുവിന് പറയാനുള്ളത്. അവിടെ യേശു പഠിപ്പിക്കുന്നത് അവൻ സ്നേഹമാണ് എന്നാണ്. 1 യോഹന്നാൻ 4:16 അവൻ പറയുകയാണ്. അവിടെ കടല് വെള്ളമാകുന്നു എന്ന് പറയുന്നത് പോലെയാണെന്ന് വിചാരിക്കണ്ട. കടല് വെള്ളമാകുന്നു എന്ന് പറയണ്ട. കടല് തന്നെയാ, വെള്ളം ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡാ. ദൈവ സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഭൂമിയിലെ വെള്ളത്തെയോ ഭൂമിയിലെ സ്നേഹത്തെയോ ആവിഷ്കരിച്ച അതുമായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ താരതമ്യപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ടതില്ല. സ്നേഹം ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ വെള്ളം കടലാകുന്നു എന്ന് പറയുന്ന പോലെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, വെള്ളമൊന്നും ഒരിക്കലും കടലാകണമെന്നില്ല. അത് പുഴയാകാം, അത് തോടാകാം, അത് ചാണയാകാം, അത് കുളത്തിലെ വെള്ളമാകാം. സ്നേഹം ഉള്ളത് കൊണ്ട് അവിടെ ദൈവം ഉണ്ടാകണമെന്നില്ല. സ്നേഹമുള്ളത് കൊണ്ട് ഒരിടത്ത് ദൈവം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവമുള്ളിടത്ത് സ്നേഹം ഉണ്ടായേ പറ്റൂ. ഇതാണ് ദൈവരാജ്യത്തിന്റെ ആവിഷ്കാരത്തിൽ പുതിയ നിയമം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ആവിഷ്കരിക്കണമെങ്കിൽ അവിടെ ദൈവമുണ്ടായിരിക്കണം, അപ്പമുണ്ടായാൽ പോരാ. സ്വർഗരാജ്യം എന്നത് ആവിഷ്കരിക്കണമെങ്കിൽ അവിടെ ത്രിത്വമുണ്ടായിരിക്കണം, കൊന്തയുള്ളത് കൊണ്ടായില്ല. ദൈവം മനുഷ്യനുമായി നിർബന്ധമായും ഒരു ബന്ധം ഉണ്ടാക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. ദൈവത്തിന്റെ അടുത്തോട്ട് നമ്മളൊരു ബന്ധവുമായിട്ട് ചെല്ലണമെന്നാണ് ദൈവത്തിന് നിർബന്ധം. പ്രിയപ്പെട്ടവരെ, പത്രോസിന് പത്രോസാകാൻ ദൈവം വേണം. ദൈവത്തിന് ഒരു ദൈവമാകാൻ പത്രോസോ മെത്രാനോ ഞാനോ ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദൈവമാകാൻ പത്രോസോ പൗലോസോ ഞാനോ നീയോ ആവശ്യമില്ല. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥമെന്നോ? സൃഷ്ടിയുടെ ആവശ്യമാണ് സൃഷ്ടാവിനോട് ചേർന്നിരിക്കുക എന്നത്. സൃഷ്ടാവിനോട് ചേരുമ്പോൾ ചേർന്നിരിക്കുന്നതിൽ നിന്ന് മാറേണ്ടി വരും. ചേർന്നിരിക്കുന്നത് ലോകത്തോടാണെങ്കിൽ അതിൽ നിന്ന് മാറേണ്ടി വരും. ചേർന്നിരിക്കുന്ന പാരമ്പര്യ ബദ്ധമായ ഒരു അവസ്ഥയോടാണെങ്കിൽ അതിൽ നിന്ന് മാറേണ്ടി വരും. ലോകത്തിൽ നിന്ന് പിന്മാറി പ്രാർത്ഥിച്ചും ഉപവസിച്ചും തപസ് ചെയ്തും ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചും വചനത്തോട് അടുത്തും അല്ലാതെ നിങ്ങളുടെ ഉള്ളിലോ എൻ്റെ ഉള്ളിലോ
ദൈവരാജ്യം കെട്ടിപ്പടുക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. പുരോഹിത ശ്രേഷ്ഠന്മാരാകട്ടെ, പാസ്റ്റർ ശ്രേഷ്ഠന്മാരാകട്ടെ, അവരും ലോകത്തിൽ നിന്ന് പിന്മാറാതെയും അവരും സ്വന്തം ആത്മാവിൽ ത്യാഗോജ്വലമായി പ്രവർത്തിക്കാതെയും അവരുടെ പ്രസംഗങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും പലതിലൂടെയും ദൈവരാജ്യത്തെ ആവിഷ്കരിക്കാമെന്ന് വ്യാമോഹിക്കുന്നതിന് അർത്ഥമില്ല. കാരണം ദൈവത്തിന്റെ രാജ്യം ഭൗതിക രാജ്യവുമായി ബന്ധപ്പെട്ട് അതിനെ തോൽപ്പിക്കുന്ന ആത്മീയ രാജ്യമാണ്. ഭൂമിയിൽ തന്നെയാണ് ദൈവപുത്രൻ മനുഷ്യനായി വന്നത്. ഭൂമിയിൽ ജീവിച്ചേ പറ്റുള്ളൂ. കള്ളുഷാപ്പ് ഉള്ളിടത്ത് ജീവിച്ച് കള്ളു കുടിക്കാതെ ജീവിക്കണം. അടിപിടി ഉണ്ടാകുന്നിടത്ത് ജീവിച്ച് അടിപിടികളെ വേണ്ടാത്ത വിധത്തിൽ ആക്കിക്കണം. ദൈവം വേണമെന്നർത്ഥം നമുക്കിതിന്. എന്നാൽ ദൈവം സൃഷ്ടിച്ച ലോകം അപ്പടിയെ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചുകൊണ്ട് ദൈവരാജ്യം ആവിഷ്കരിക്കാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ദൈവത്തിന്റെ സ്നേഹിതനായി നിൽക്കുകയും ലോകത്തിന്റെ സ്നേഹിതനായി തുടരുകയും ചെയ്യാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇപ്പോ രാഷ്ട്രീയക്കാരും മതക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? കേരളത്തിലെ എല്ലാ മതക്കാർക്കും കുറെ സ്കൂളുകൾ, കുറെ കോളേജുകൾ, കുറെ ആശുപത്രി സ്ഥാപനങ്ങൾ, കുറെ തട്ടുകടകൾ, ഇതെല്ലാം ഉണ്ട്. ഈ തട്ടുകടകളും ആശുപത്രി സ്ഥാപനങ്ങളും പള്ളിക്കൂട സ്ഥാപനങ്ങളും നിലനിർത്തണമെങ്കിൽ അതിന് അധ്യാപകർ ഉൾപ്പെടെ, നേഴ്സ് ഉൾപ്പെടെ അതിൽ നിന്ന് വെക്കുന്നവരോട് 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം മേടിക്കണം. അങ്ങനെ മേടിക്കുന്നതിനെതിരെ ഗവൺമെന്റ് ഒച്ച വച്ചാൽ ഗവൺമെന്റിനെ ഇപ്പൊ താഴെയിടുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് കുഞ്ഞാടുകളെ നിലത്തിറക്കണം. സ്ഥാപനങ്ങൾ നടത്തി സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തെ കവച്ചു വെച്ച് അപ്പുറത്ത് കടന്നുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം, ഈ നയം ദൈവരാജ്യത്തിന്റെ ശത്രുവാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമ്മൾ ഇറങ്ങണം, അതിലെ അഴുക്കും ചെളിയും നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് ലോകത്തിന്റെ മനുഷ്യനാകാതെ ജീവിച്ചു കൊള്ളണം. മണ്ണാണ് പ്രപഞ്ചം. പ്രപഞ്ചം ദൈവ സൃഷ്ടിയാണ്. പക്ഷെ മണ്ണിനെ സൃഷ്ടിച്ച ദൈവത്തെ ഹൃദയത്തിൽ ആരാധിക്കണം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ ഹൃദയത്തിൽ ആരാധിക്കണം. ഭൂമിയിൽ പൊടിയുമുണ്ട്, ചെളിയുമുണ്ട്. അതുകൊണ്ട് എന്റെ ദേഹത്തും കൂടെ ഈ പാപത്തിന്റെയും പിശാചിന്റെയും ദുഃഖത്തിന്റെയും പൊടിയും ചെളിയും പറ്റിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. ദൈവം ശക്തിയാണ്. ദൈവം ശക്തിയുടെ ശക്തിയാണ്. അത് സൂപ്പർ എനർജിയാണ്. ആ ദൈവം, നമ്മളൊരു സസ്യത്തെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ, നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് വെള്ളവും വളവും ഒക്കെ ചേർത്തിടിഞ്ഞ് പോരും. ദൈവമാണ് അതിനെ സസ്യമാക്കുന്നത് നമ്മൾ മറക്കരുത്. ദൈവമാണ് അതിൽ ഫലം കായ്പിക്കുന്നത് നമ്മൾ മറക്കരുത്. ദൈവമാണ് അതിനെ വൃക്ഷമാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ മറക്കരുത്. മനുഷ്യന്റെ പ്രയത്നം അല്പമുള്ളപ്പോൾ ദൈവമാണ് അതിനെ വളർത്തുന്നത് എന്നത് പറയുമ്പോൾ ദൈവം നമ്മളിൽ ഇല്ലെങ്കിൽ ദൈവരാജ്യം നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുകയില്ല എന്നാണ് ആ താത്വികമായ കാര്യങ്ങളൊക്കെ ദൈവസ്നേഹത്തിൽ ഞാൻ പറഞ്ഞു വന്നത്. ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഭൗതികതയെ വിട്ടുകൊണ്ട് ആത്മീയതയിലേക്ക് അടുക്കുന്ന ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങൾ വളരണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുക എന്നുള്ള കാര്യമാണ്. ദൈവത്തിന്റെ മകനും മകളും ആവുക എന്നുള്ള കാര്യമാണ്. മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മകനും മകളും ആകുന്നത് എങ്ങനെയാണെന്ന് ബൈബിളിൽ 100 സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. അതിലൊന്നാണ് മുടിയൻ പുത്രന്റെ ഉപമ അഥവാ ധൂർത്തപുത്രന്റെ ഉപമ എന്ന് പറയുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ ഈ ബൈബിൾ സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൽ പോകുവാൻ എങ്ങനെ മാനസാന്തരപ്പെട്ടെത്തണമെന്നും എങ്ങനെ പുതുജന്മം പ്രാപിക്കണമെന്നും എങ്ങനെ ദൈവത്തിന്റെ സ്നേഹം വലിച്ചെടുക്കണമെന്നും നിങ്ങൾക്കും എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇത് കർത്താവ് പഠിപ്പിച്ച ഉപമയാണ്, ധൂർത്തപുത്രന്റെ ഉപമ. ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിന്റെ എന്റെ ഓഹരി എനിക്ക് തരണമെന്ന്. അവനത് മേടിച്ചുകൊണ്ട് പോയി. അവൻ അതെല്ലാം ധൂർത്തടിച്ചു. കൂട്ടുകാരെല്ലാവരും കൂടി അവനെ പറ്റിച്ചു. ഏറ്റവും ഒടുവിൽ അവൻ ജോലി അന്വേഷിക്കേണ്ട ഗതികേട് വന്നു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ജോലി തേടി അവൻ ആ പന്നിക്കൂട്ടത്തിലെത്തിയത്. പക്ഷേ പന്നിയും മനുഷ്യരും ആരും അവനൊന്നും കൊടുത്തില്ല. ഇത് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ചിത്രമാണ്. രോഗങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും കഷ്ടങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും പിശാച് ബാധ കൊണ്ടും എല്ലാം നഷ്ടപ്പെട്ടവനായി നീ തീരുക, ഞാൻ തീരുക, നമ്മൾ തീരുക എന്ന ഒരു മാനുഷിക അവസ്ഥ ഇവിടെ ഉണ്ടാവുകയാണ്. ഇവിടെ ബൈബിളിൽ ദൈവം ആവിഷ്കരിക്കുന്ന സത്യങ്ങൾ ആരംഭിക്കുകയാണ്. അവന് മാനസാന്തരം ഉണ്ടാവുകയാണ്. മത്തായി 4:17 മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവനിൽ എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടായെന്ന് കേൾക്കണ്ടേ? ലൂക്കോസ് 15:17 ആരും അവനൊന്നും കൊടുക്കാതെയപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു,
എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോട് വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസൻ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്രകാരം അവൻ ചിന്തിച്ചതുപോലെ ഞാനും നീ ചിന്തിക്കണം. ഏത് സഭയെങ്കിലും ആകട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തവരും അഥവാ പാപത്തിന്റെ ബന്ധനത്തിലും രോഗത്തിന്റെ ബന്ധനത്തിലും പൈശാചിക ബന്ധനത്തിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ പിന്നെയും അതേ പള്ളിയിൽ പോയി അതേ കുർബാന കണ്ട് അതേ കുംസാരം ചെയ്ത് അതേ കൊന്തയല് ചെയ്ത് കിടക്കുന്നതിനപ്പുറം ദൈവം എന്ന മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണം. സുവിശേഷത്തിൽ എങ്ങനെയാണ്? അച്ഛന്മാരോട് പോയി പാപങ്ങൾ ഏറ്റുപറയുകയാണോ വേണ്ടത്? ബൈബിളിൽ പറയുന്ന പോലെ ഹൃദയം കൊണ്ട് ആർദ്രമാവുകയാണോ വേണ്ടത് എന്ന് ഇപ്പൊ ആലോചിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ലൂക്കോസ് 15:20. ഇനിയാണ് രംഗം മാറുകയാണ്. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കാണുന്നു. പിതാവിന്റെ മനസ്സ് അലിയുകയാണ്. പുത്രന്റെ മനസ്സ് കരഞ്ഞു നിലവിളിക്കുമ്പോൾ പിതാവിന്റെ സ്നേഹം അണപൊട്ടി ഒഴുകുകയാണ്. പിതാവ് അങ്ങോട്ട് ചെന്നേച്ച് ചോദിച്ചു, ചൂരപ്പൻ കുഴിച്ച് 2 ഇട്ട് കൊടുക്കുക അല്ല ചെയ്തത്. പോയി കുളിച്ചേച്ച് ഷേവ് ചെയ്ത് നല്ല ഉടുപ്പം കൊണ്ടിട്ടുണ്ടോ വാടാ, നിനക്ക് എന്നാണ് യോഗ്യത ഇവിടെ കയറുവാൻ എന്ന് പറയുക അല്ല ചെയ്തത്. ദൈവരാജ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ദൈവം ഇങ്ങനെയാണ്. സഭാപിതാവ് ഇങ്ങനെയാകണം. സഭാപിതാവ് എന്ന് പറയാൻ പറ്റില്ല, പിതാവെന്ന് വേറെ ആരെയും വിളിക്കാൻ കൊള്ളിയല്ല. സഭ ഇങ്ങനെയാകണം. അതിലെ ഉയർന്നവരും താഴ്ന്നവരും ഇങ്ങനെയാകണം. ഈ അപ്പനെ പോലെ ആകണം. മനസ്സരിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് പറയാണ്, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഇത്രയും പറയുന്ന സമയത്ത് ആർദ്രമായ അണപൊട്ടി ഒഴുകുന്ന ദൈവരാജ്യത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവം എങ്ങനെയാണ്, ദൈവത്തെക്കുറിച്ച് നിന്റെ മനസ്സിൽ എങ്ങനെ ചിന്തകൾ ഉയരണമെന്ന് ഇതാ കേട്ടോളൂ. പിതാവാകട്ടെ ലൂക്കോസ് 15:22 തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടൊന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. നമുക്ക് ആഹ്ലാദിക്കാം. സ്വർഗം കിടന്ന് ആഹ്ലാദിക്കുകയാണ്. മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ തിരിച്ചു ചെല്ലുമ്പോൾ സ്വർഗം ഇങ്ങനെ ആഹ്ലാദിക്കുമ്പോൾ എന്റെ ഈ ലഘുപ്രസംഗം എങ്ങനെയെങ്കിലും കേൾക്കുന്ന നിങ്ങൾ ഒന്ന് മാനസാന്തരപ്പെട്ട സ്വർഗത്തിൽ എന്തായിരിക്കും സ്വർഗീയ കലാപരിപാടി എന്ന് ആലോചിച്ച് നോക്ക്. അതാണ് സ്വർഗം, അതാണ് സ്വർഗരാജ്യം, അതാണ് ദൈവം, അതാണ് ദൈവരാജ്യം. അതേ പ്രിയരെ, യേശു ആവിഷ്കരിക്കുന്ന ദൈവരാജ്യം ധൂർത്തപുത്രനെ തിരിച്ചു വരുമ്പോൾ ഉമ്മ കൊടുത്ത് സദ്യ കൊടുത്ത് പൊന്നും പണവും പ്രതാപവും എല്ലാം കൊടുത്ത് അവനെ ആശ്ലേഷിക്കുന്ന ദൈവരാജ്യം ആവിഷ്കരിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. യേശുവിൻ്റേതാണ് നിന്റെ സഭയെങ്കിൽ ഈ ദൈവരാജ്യം തന്നെ നീ ആവിഷ്കരിക്കണം. അതിന് പകരം നേർച്ച കാഴ്ചകൾ, വെടിപടക്കങ്ങൾ, രൂപക്കൂടുകൾ, കുന്തിരിക്കത്തിൻ്റെ പുക, ധൂമക്കുറ്റിയുടെ ആട്ടം, പൗരോഹിത്യത്തിൻ്റെ നിറപ്പകിട്ടാർന്ന വസ്ത്രധാരണവും ആശീർവാദത്തിൻ്റെ ഒരു കൈയുയർത്തലും, ഇതൊക്കെയാണ് ദൈവരാജ്യം ആവിഷ്കരിക്കാൻ നീ കൊണ്ടു നടക്കുന്ന പദ്ധതി എങ്കിൽ നിന്റെ രാജാവ് പിശാചാണ്, നിന്റെ രാജ്യം പിശാചിന്റെ രാജ്യമാണ്. യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യം ദൈവം സൃഷ്ടിച്ച മനോഹരമായ സംവിധാനത്തിലേക്കുള്ള പുനർപ്രവേശനമാണ്. പാപിയായ മനുഷ്യൻ, ദുഃഖിതനായ മനുഷ്യൻ പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വചനം കേട്ട് വിശദീകരിക്കപ്പെട്ട് മനുഷ്യരാജ്യത്തിൽ നിന്നും ലോകരാജ്യത്തിൽ നിന്നും പാപരാജ്യത്തിൽ നിന്നും സാത്താന്യ രാജ്യത്തിൽ നിന്നും ദൈവത്തിന്റെ അടുത്തേക്ക് പുനഃപ്രവേശിക്കുന്ന ഒരവസ്ഥ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 3-5 വചനങ്ങളിൽ പറഞ്ഞു വെക്കുന്നത്. ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം, ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. റോമർ 14:17 അത് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യം. പുനഃപ്രവേശിക്കണം. അതിപ്പോൾ നമ്മൾ ആവിഷ്കരിക്കുന്ന കാര്യം. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു അവസ്ഥ അല്ല പ്രിയരെ ദൈവരാജ്യം എന്ന് യേശു പഠിപ്പിക്കുന്നു. മരണശേഷം മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയും അല്ല പ്രിയരെ ദൈവരാജ്യം. അത് യേശു പഠിപ്പിക്കുന്നു. ഭൗമിക രാജ്യങ്ങളും ഭൗമിക രാജാക്കന്മാരും വെച്ചു നീട്ടുന്ന സ്വർഗമല്ല ഇത്. ഹൃദയത്തിന്റെ മേഖലയിൽ കണ്ടെത്താനാവുന്ന ഒരവസ്ഥയാണിത്. മനുഷ്യർക്കിടയിലും മനുഷ്യർക്കുള്ളിലും സൃഷ്ടിക്കേണ്ട ഒരവസ്ഥയാണിത് ദൈവരാജ്യം. അത് വചനപ്രകാരം നമുക്ക് ലഭിക്കുന്നതാണ്. അത് ആത്മാവിഷ്കാരത്വരയിലൂടെ കിട്ടേണ്ട ഒന്നാണ്.
അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അത് മനുഷ്യന്റെ സമഗ്ര വിമോചനത്തിൽപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥനയിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണത്. ഈ നേട്ടത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര സഭകൾക്ക് തനിമയിൽ ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട്? സത്യത്തിലും അരൂപിയിലും അഥവാ സത്യത്തിലും ആത്മാവിലും ആരാധന നടത്തുന്ന ഒരു ദിവ്യ ദർശനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി തരികയാണ് വിശുദ്ധ ഗ്രന്ഥം ചെയ്യുന്നത്. കുറെ രൂപക്കോടുകളും രൂപങ്ങളും എഴുന്നള്ളിച്ചുകൊണ്ട് നടത്താവുന്ന ഒന്നല്ല ദൈവം ആവിഷ്കരിക്കുന്ന ദൈവിക കൃപ. യേശുവിന്റെ പ്രവൃത്തി നമ്മളിലേക്ക് നയിക്കേണ്ടത് അത്രയും കാര്യങ്ങളാണ്. മതമേഖലയിലെ വിനാശകരമായ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് ഉയർന്നു വന്ന് ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഇന്നു മുതൽ ഈ കാസറ്റ് കേൾക്കുന്നയാളിന് സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, അവൻ മാനസാന്തരപ്പെടണം. മത്തായി 4:17, മത്തായി 18:2-3 വചനങ്ങൾ, ശിശുക്കളെ പോലെ മാനസാന്തരപ്പെടണം. 2, അവൻ വീണ്ടും ജനിക്കണം. ജലത്താലും, ജലത്താൽ എന്ന് പറയുമ്പോൾ വെറും വെള്ളത്തിൽ നിന്നല്ല, വചനത്താൽ എന്നാണ്. 1 പത്രോസ് 1:23 വചനത്തിൽ നിന്നുമാണ് വീണ്ടെടുക്കപ്പെടുന്നത്, വചനത്തിലൂടെയാണ് വീണ്ടെടുക്കപ്പെടുന്നത് എന്നുണ്ട്. അപ്പൊ ജലത്താലും എന്ന് പറഞ്ഞാൽ വചനത്താലും, ആത്മാവിലാലും എന്ന് പറഞ്ഞാൽ വചനം വായിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ സന്തോഷത്താലും എന്നർത്ഥം. പുതുജന്മം പ്രാപിക്കണം എന്നർത്ഥം. 3, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർന്ന് വിശ്വസിക്കുവാൻ സാധിക്കുക എന്നതാണ് 3. ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. സംരക്ഷണമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സൈന്യത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ചൈനക്കാരനോ പാകിസ്ഥാൻകാരനോ വരുന്ന പോലെ, ചൈനയുടെ പാകിസ്ഥാന്റെയോ അതിർത്തിയിലേക്ക് ഇന്ത്യൻ പട്ടാളക്കാരൻ ചെല്ലുന്ന പോലെ, ഒരു തോക്ക് കയ്യിലുണ്ട്, ഒരു ചെരുപ്പ് കാലയിലുണ്ട്, ഒരു തൊപ്പി തലയിലുണ്ട്, ഒരു നേരത്തെ ഭക്ഷണമുണ്ട്. എന്ത് സംരക്ഷണം അവനുള്ളത്? അതേ പ്രിയപ്പെട്ടവരെ, സംരക്ഷണമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സൈന്യത്തെ പോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാണപ്പെടാത്തതുണ്ട് എന്നും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നും ഒരാൾ വിശ്വസിക്കുക. എനിക്ക് വേണ്ടി 2000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് കാവൽത്താമലിൽ പിടഞ്ഞു മരിച്ചു എന്റെ യേശുക്രിസ്തു. ആ സമയത്ത് അവൻ എന്റെ പാപങ്ങൾ ഏറ്റെടുത്തു. അവൻ കൊല്ലപ്പെട്ടെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവനിപ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ ഇരുന്ന് എനിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി 2ാമത്തെ ആഗമനത്തിന് 1ാമത്തെ തലത്തിൽ വരാനിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കണം, അചഞ്ചലമായി വിശ്വസിക്കണം, സന്ദേഹമില്ലാതെ വിശ്വസിക്കണം. ഇങ്ങനെ സന്ദേഹമില്ലാതെ വിശ്വസിക്കുകയും അചഞ്ചലമായി മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ ഒരു സാധാ ക്രിസ്ത്യാനിക്ക് എളുപ്പമല്ല, ഒരു മത ക്രിസ്ത്യാനിക്ക് എളുപ്പമല്ല, ഒരു വെടിപടക്ക ക്രിസ്ത്യാനിക്ക് എളുപ്പമല്ല, ഒരു നേർച്ച കാഴ്ച കൊന്ത ക്രിസ്ത്യാനിക്ക് എളുപ്പമല്ല. യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വന്ന ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവവേലയിലേക്ക് കടന്ന ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസി ദൈവവചനം വായിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ച് എല്ലാവരോടും എല്ലാം ക്ഷമിക്കുന്ന, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അത് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസി ദൈവം പറയുന്നത് കേട്ട് ദൈവത്തിനായി ചാടി പുറപ്പെടണം. അതെങ്ങനെയാ ഇതെങ്ങനെയാണെന്നുള്ള ബുദ്ധി യുക്തി ശക്തിയും കൊണ്ട് നിന്നാൽ കാര്യങ്ങൾ നടക്കുകയില്ല. മത്തായി 14:28 അടുക്കുമ്പോൾ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പത്രോസ് ചോദിച്ചായിരുന്നു തമ്പുരാനോട്. വരൂ എന്ന് തമ്പുരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ തമ്പുരാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്നു വരൂ എന്ന് കൽപ്പിച്ചപ്പോൾ അതിനുവേണ്ട ശക്തി പത്രോസിലേക്ക് ദൈവാത്മാവ് കൊണ്ട് കൊടുത്തു. പത്രോസ് അങ്ങോട്ട് ചാടി, പത്രോസ് അങ്ങോട്ട് നടന്നു. ദൈവാത്മാവ് അവനെ പ്രേരിപ്പിക്കുന്ന പോലെ പോകുന്നതിന് പകരം മനുഷ്യാത്മാവും പാപാത്മാവും പിശാചിന്റെ ആത്മാവും കൂടെ ഒന്നിച്ച് ഞാൻ താന്നു പോകുമോ എന്ന് പെട്ടെന്ന് സംശയിക്കുന്നു. താന്നു പോകാൻ തുടങ്ങുന്നു. രക്ഷിക്കണമേ എന്ന് പറയുന്നു. തമ്പുരാൻ വന്ന് കൈപിടിച്ച് കയറ്റുന്നു. സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കുവാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ പത്രോസിനോട് കടലിലൂടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെല്ലാം കൊടുത്തുവോ അതെല്ലാം നമുക്കും തരും. ക്രിസ്ത്യാനി വിഷമിക്കേണ്ടതില്ല, ക്രിസ്തു ശിഷ്യൻ വിഷമിക്കേണ്ടതില്ല. അതെ, തമ്പുരാൻ ക്രിസ്തു ശിഷ്യനോട് പറയുകയാണ്, നീ ലോകമെങ്ങും പോകുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ല അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിനെന്ന്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറായി സാധ്യതയുടെ ലോകത്തിലേക്ക് നമ്മൾ ചാടി ഇറങ്ങിയാൽ മതി. നമുക്കൊന്നിനും പേടിക്കേണ്ടതില്ല. ഭയം മാറും, ദുഃഖം മാറും, വേദന മാറും, സന്ദേഹങ്ങൾ മാറും, സംശയങ്ങൾ മാറും. നീ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവനും പുതുജന്മം പ്രാപിച്ചവനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനുമാണെങ്കിൽ ആ ധൂർത്തപുത്രന് ആടയാഭരണങ്ങൾ കൊടുത്തതുപോലെ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തതുപോലെ നിനക്കും വേണ്ട കൃപയെല്ലാം ദൈവം തരും.
അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ദൈവത്തെ രംഗത്ത് കൊണ്ടുവരുന്നു. വിശ്വാസമാണ് ദൈവത്തിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ബുദ്ധിമുട്ടെന്താണെന്ന് അറിയുന്ന ഒരു സാധനമല്ല, അത് അസാധ്യങ്ങളെ നോക്കി ചിരിക്കുന്ന സാധനമാണ്. വിശ്വാസത്തിന്റെ വിലയിരുത്തൽ എല്ലാ ചോദ്യങ്ങൾക്കും ക്രിസ്തുവിൽ ഉത്തരം നൽകുന്ന ഒന്നാണ്. മാനസാന്തരപ്പെട്ട് പുതുജന്മം പ്രാപിച്ച് വിശ്വാസത്തിലേക്ക് വരുന്നവന് ലൂക്കോസ് 1:37 കുറിവചനമാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഉൽപ്പത്തി 18:34 പറയുന്ന കാര്യം കുറിവാക്യമാണ്: യഹോവയാൽ കഴിയാത്ത കാര്യമില്ലല്ലോ. ലൂക്കോസ് 18:27 കുറിവാക്യമാണ്: മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. മർക്കോസ് 9:23 കുറിവാക്യമാണ്: വിശ്വസിക്കുന്നവൻ ഏത് കാര്യവും സാധ്യമാണ്. ഫിലിപ്പിയർ 4:13 കുറിവാക്യമാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. മാനസാന്തരപ്പെടുന്നവന് സകലത്തിലും മതിയാകും. പുതുജന്മം പ്രാപിച്ചവന് സകലത്തിലും മതിയാകും. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നവന് സകലതും മതിയാകും. അവന്റെ ഉള്ളിൽ തമ്പുരാനെ കൊണ്ടു നടക്കുന്നു. സഭാധികാരി, നിന്റെ ഉള്ളിൽ തമ്പുരാനെ കൊണ്ടു നടക്കുവാണോ? നിന്റെ കരുത്തിൽ കെട്ടിരിക്കുന്ന മാലയ്ക്ക് അകത്ത് കിടക്കുന്ന അപ്പത്തിൽ കർത്താവോട് നീ വിശ്വസിക്കുവാണോ? നിനക്ക് എന്ത് വിട്ടുതരാൻ പറ്റിയത്? അല്ലയോ കോടികളിൽപ്പെട്ട വിശ്വാസി, നിന്റെ ഉള്ളിൽ തമ്പുരാൻ വസിക്കുകയാണോ? അതോ നീ നാവിലൂടെ താഴത്തേക്ക് ഇറക്കി വിട്ട അല്പം വീഞ്ഞു പോലും മുക്കി തരാൻ നിവൃത്തിയില്ലാത്ത ദാരിദ്ര്യ സഭയിൽ അപ്പമാത്രം ഭക്ഷിച്ചുകൊണ്ട് ഒതുങ്ങി കഴിയുന്നവനെ നിന്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയ അപ്പത്തിലാണ് ക്രിസ്തു എന്ന് നീ വിശ്വസിക്കുമ്പോൾ പോഷകാംശമുള്ളത് രക്തത്തിലേക്ക് കയറും, ബാക്കി മരമായി രാവിലെ പുറത്തു പോകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ വചനത്തിന് വേറെ ഒരു കോംപ്രമൈസിന്റെ ആവശ്യമില്ല. അത് കാരണം മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയമായ ശക്തിയാണ്. അതിൽ മാനസാന്തരാനുഭവത്തോടെ പുതുജന്മാനുഭവം ഉണ്ടാകുന്നു. മാനസാന്തരാനുഭവം വീണ്ടും ജന്മാനുഭവം ഉണ്ടാകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയിൽ വിശ്വാസത്തിന്റെ കൃപ ഇരച്ചു കയറുവാൻ തുടങ്ങും. അതായത് ഒരു വിശ്വാസി ദൈവവചനം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആ വ്യക്തിയിൽ ക്രിയ ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിൽ കർമ്മം ചെയ്യുന്നത്, ക്രിയ ചെയ്യുന്നത്. പള്ളിയിലെ സിസ്റ്ററോ അച്ഛനോ ബിഷപ്പോ പാസ്റ്ററോ ഞങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും സാധാരണ മനുഷ്യരോ ഒന്നുമല്ല വ്യക്തിയിൽ ഈ വിശ്വാസത്തിന്റെ ചൈതന്യത്തെ വളർത്തുന്നത്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ അവനോട് നേരിട്ട് സംസാരിച്ചിട്ട് ക്രിസ്തുവാണ് നിന്റെ രക്ഷകനെന്ന് അവന്റെ ഉള്ളിൽ വെളിപ്പെടുത്തി കൊടുക്കും. മാനുഷിക ചിന്തകൾക്ക് അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും എന്ന് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിച്ചു കൊടുക്കും. ഇങ്ങനെ തോന്നിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് കൃപയാൽ ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരുന്നത്. വിശ്വാസിക്ക് ആവശ്യമായതെല്ലാം ദൈവം അപ്പോൾ കൊടുക്കും. അല്പം മുമ്പ് ഞാൻ മത്തായി 14:28 പറഞ്ഞതുപോലെ വെള്ളത്തിന്മേൽ നടക്കാൻ പത്രോസിനോട് കൽപ്പിച്ചപ്പോൾ ശക്തിയും അവന് പകർന്നു കൊടുത്തു. അവന്റെ വിവരക്കേട് കൊണ്ട് അവൻ അല്പം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഒരു വിശ്വാസിയിലേക്ക് ദൈവാത്മാവ് വെച്ചുകൊടുക്കുന്ന കൃപാ ജീവിതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതൊരു പാരമ്പര്യ ചിന്തകന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. വെടിയും പടക്കവും കുറെ രൂപക്കൂടുകളും ചുവന്നുകൊണ്ട് നടക്കുന്നവന് ഈ ലോകത്തിലെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെയോ നടക്കുന്ന പോലെയോ കാണുന്നത് പോലെയോ തോന്നും. ഒരാട്ടം നടക്കുന്ന പോലെ, ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നത് പോലെ കുറെ സംഭവങ്ങൾ കാണാം എന്ന് മാത്രം. അവിടെ സത്യദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരുന്നില്ല. അതെ പ്രിയപ്പെട്ടവരെ, ഈ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേടേണ്ടത് ദൈവത്തിന്റെ രാജ്യമാണ്. യഹോവയായ ദൈവം ആവിഷ്കരിക്കുന്ന സമത്വ സുന്ദരമായ മരണമില്ലാത്ത ഒരു രാജ്യമാണ് എന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ബോധ്യപ്പെടണം. അത് ക്രിസ്തുവിന്റെ പീഡാസനവും ക്രൂശിത മരണ ഉത്ഥാനവും ഇനിയുള്ള വരവും മുഖാന്തിരം നമുക്ക് കിട്ടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ഭൂമിയിലെ പുരോഹിതന്റെയോ അപുരോഹിതന്റെയോ പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ടോ നാട്യങ്ങൾ കൊണ്ടോ ധർമ്മപ്രവൃത്തികൾ കൊണ്ടോ നേടിയെടുക്കാവുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് മനസ്സിലാക്കണം. യെശയ്യാ പ്രവാചകൻ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതായത് യേശുവിന്റെ മുറിവിനാൽ, അവന്റെ അടിപ്പിണരുകളാൽ, 1 പത്രോസ് 2:24 തിരുവചനം,
അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പാസ്റ്ററിന്റെയോ ബിഷപ്പിന്റെയോ പുരോഹിതന്റെയോ കന്യാസ്ത്രീയുടെയോ ശ്രദ്ധേയമോ വില കൂടിയതോ ആയ ഉടുപ്പിന്റെ പ്രത്യേകത കൊണ്ടോ, ആശീർവാദത്തിന് പ്രത്യേകത കൊണ്ടോ, പോയ്ക്കുന്ന കുന്തിരിക്കത്തിന് പ്രത്യേകത കൊണ്ടോ, നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്ന 2 ചാക്ക് 4 ചാക്ക് അരിയുടെ പ്രത്യേകത കൊണ്ടോ, നമ്മൾ പള്ളി പണിയുന്നതുകൊണ്ടോ, നമ്മൾ കപ്പേള പണിത് കൊടുക്കുന്നതുകൊണ്ടോ, മറിയത്തിന് രൂപം ചോദിക്കുന്നതുകൊണ്ടോ നേടിയെടുക്കുന്ന അല്ല രക്ഷയെന്ന് ക്രിസ്തുവിന്റെ പീഡാസഹനത്താലും ക്രൂശിത മരണത്താലും ഉത്ഥാനത്താലുമാണെന്ന് സത്യവചനം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യെശയ്യാ പ്രവാചകൻ 53:5. അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ചാൽ യെശയ്യാ പ്രവാചകൻ 59:1 അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് രക്ഷ കൊടുക്കാൻ കഴിയുന്ന വണ്ണം എന്റെ കൈകൾക്ക് നീളമുണ്ട്, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വണ്ണം അവിടുത്തെ ചെവികൾ പൊട്ടിപ്പോയിട്ടില്ല. നിന്റെ അകൃത്യങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നിന്റെ പാപങ്ങളാണ് അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നത്. അതിനാലാണ് ഈ പതിവ് കുംസാരവും പിന്നെയും ചെയ്യലും പിന്നെയും ചുംസാരം പിന്നെയും കുംസാരവും. അങ്ങനെയുള്ളവര് പതിവ് പാപിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. യെശയ്യാ പ്രവാചകൻ 59:2. നിന്റെ കാര്യങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു, നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ഇതാണ് ആധുനിക ക്രൈസ്തവ ലോകത്തിലെ ശിഷ്യന്മാരുടെ അവസ്ഥ. പക്ഷേ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ റോമരുടെ ലേഖനം 3-ാം അധ്യായത്തിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ വചനം ഇപ്പോൾ വായിച്ചുകൊണ്ട് പറയാമല്ലോ. 22-ാം വചനം, ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും. യേശുവിൽ വിശ്വസിക്കുന്നവനെയാ. യേശുവിന്റെ കൂദാശയായ കുർബാനയിലോ കൂദാശ അനുഷ്ഠിക്കുന്ന അച്ഛന്റെ കൊമ്മസാരക്കൂട്ടി ഇരുന്നു കൊണ്ടുള്ള ക്രിയകളാലോ എന്നല്ല, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ആ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കുക. റോമർ 4:5 പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ. കുമ്പസാരം എന്ന പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കാമെന്ന്. 2 ചാക്ക് അരി കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കാമെന്ന്. എങ്ങനെയാ? വിശ്വസിക്കുന്നവന്. വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പ്രിയരേ, റോമരുടെ ലേഖനം 4-ാം അധ്യായം 5-ാം വചനം, പുത്രനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കാം. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. റോമർ 4:7. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് ആരെയാണോ കുറ്റം ചുമത്താത്തത് അവനാണ് ഭാഗ്യവാൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന കണ്ടോ. ഈ കർത്താവ് പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. അവന് ഇപ്പോൾ ത്രിത്വം സ്വർഗത്തിലാണ്. പിതാവിനോട് പുത്രൻ പരിശുദ്ധാത്മാവിനെ അയക്കാവൂന്ന് ചോദിക്കും. പുത്രൻ ചോദിക്കുമ്പോൾ പിതാവ് അയക്കും. ഇത് എന്റെ സ്വന്തമല്ല. യോഹന്നാൻ 15:26. പിതാവ് പുത്രൻ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് വന്ന് യോഹന്നാൻ 16:8 നടത്തും. 16:8 എന്ന് പറഞ്ഞാൽ എന്റെ പാപത്തെക്കുറിച്ചും എനിക്ക് ആവശ്യമായ നീതിയെക്കുറിച്ചും എനിക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും എന്നെ ഓർപ്പിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്റെ മാനസാന്തരവും പൊതുജന്മവും വിശ്വാസവും പൂർത്തീകരിച്ചു തരും. ഈ പരിശുദ്ധാത്മാവിൽ നിറയുക എന്നതാണ് യേശുക്രിസ്തുവിന് മരിച്ചുയർത്തതിന് ശേഷവും നമ്മളോട് പറയുവാനുള്ളത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ യേശു ഇത് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:4. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. ഏതാ പിതാവിന്റെ വാഗ്ദാനം? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. കാത്തിരിക്കും. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അപ്പസ്തോല പ്രവർത്തനം 1:5. 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു പദാർത്ഥം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്നല്ലെന്ന് മനസ്സിലാകുന്നില്ലേ? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഈ വായുവിൽ ഓക്സിജൻ നിലനിന്ന് നിൽക്കുന്നത് പോലെ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, കൈകൊണ്ട് തൊടാൻ വയ്യാത്ത ആ സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ്, അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കുർബാന എത്ര കഴിച്ചാലും ശക്തി പ്രാപിക്കും എന്ന് പറയുന്നില്ല. കൊന്ത എത്ര ചെല്ലിയാലും ശക്തി പ്രാപിക്കും എന്ന് പറയുന്നില്ല. ചിലർ ആടിച്ചു പിന്നി കൊന്ത ചെല്ലുകയാണ്. രാവിലെ കൊന്ത, ഉച്ചയ്ക്ക് കൊന്ത, വൈകുന്നേരം കൊന്ത, 3 മേൽ കൊന്ത, 4 മേൽ കൊന്ത, 40,000 കൊന്ത. അത് കുറച്ച് പാട്ട്, അമ്മേ അമ്മേ തായേ, എന്തെല്ലാം പാട്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് എന്ന് പറയുന്നു സത്യദൈവം ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ചെയ്യും. എനിക്കെന്ന് പറഞ്ഞാൽ മറിയത്തിനെന്നല്ല. നിങ്ങൾ സെന്റ് മേരീസ് പള്ളി, സെന്റ് മേരീസ് മഠം, സെന്റ് മേരീസ് ഹൗസ്, സെന്റ് മേരീസ് ഓഫീസ്, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ദൈവം യേശുക്രിസ്തുവിന്റെ ഇരീസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവം പറയുന്നു ജെറൂസലേമിലും യൂദയ മുഴുവനും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. അതേ പ്രിയരെ, യേശുവിന്റെ സാക്ഷികളാകുവാൻ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നു. ഈ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുന്നതെന്ന് യോഹന്നാൻ 6:40 രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് സത്യമാണെങ്കിലും സംശയം തീരാൻ വേണ്ടി ഒന്ന് വായിച്ചേക്കാം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. യോഹന്നാൻ 6:40. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അപ്പോ പുത്രന്റെ നാമത്തിൽ പള്ളിയിൽ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്ന അപ്പം തിന്നുന്നവർക്കാണോ എന്നുള്ളത് ഇപ്പൊ ആലോചിച്ചോ? അതിന്റെ മറുപടി യോഹന്നാൻ 6:63 പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം തിന്നോ എന്നാ എല്ലാവരും പറയണം. ശരീരം തിന്നാനാണ് രാവിലെ പോകുന്നത്. കർത്താവ് എന്ത് പഠിപ്പിക്കുന്നു? അതേ കർത്താവ്, അത് തിന്നാൻ പറഞ്ഞ കർത്താവ് തന്നെ അത് ഒന്നിനും കൊള്ളിയെന്ന് പറയുന്നു. ഒന്നുകിൽ കർത്താവ് ഇന്നാകണം, പിശാച് ഔട്ടാകണം. ഇപ്പൊ കർത്താവ് ഇന്നായാൽ, അകത്തായാൽ സത്യം ഇതാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് എല്ലാം നൽകുന്നത്. എന്നിട്ട് യോഹന്നാൻ 6:61 പറയുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രിയരെ, ആത്മാവും ജീവനുമാണ് വലുത്. 2-3 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഏക പെങ്ങൾ മരിച്ചുപോയി. അവൾ മരിക്കുന്ന സമയത്ത് അവളുടെ ജീവൻ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. ആത്മാവ് അവളുടെ ജഡം വിട്ടുപോയി. ഈ ആത്മാവും ജീവനുമാണ് വലുത്. ജഡം കൊണ്ടുപോയി ഞങ്ങൾ സംസ്കരിച്ചു വെള്ളാട് പള്ളിയിൽ. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, ശരീരം അല്ലെങ്കിൽ ഒന്നിനും ഉപകരിക്കുന്നില്ല. അത് മരിച്ചു കഴിഞ്ഞപ്പോൾ സംസ്കരിച്ചു. ഈ ശരീരം തിന്നാൻ യേശു പറയോ? ആലോചിച്ച് നോക്ക്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇത് തിന്നുക, ഇത് കുടിക്കുക എന്ന് യേശു ലൂക്ക 22:19 പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ആ ശരീരം എന്ന സാധനം എന്നല്ല, ശരീരത്തിന് തുല്യമായ പ്രതിരൂപാത്മക വസ്തു എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. കാരണം ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവും ജീവനുമാണ് എല്ലാം എന്ന് തമ്പുരാൻ യോഹന്നാൻ 6:63 പറയുന്നു. തമ്പുരാന്റെ വചനങ്ങളിൽ ആസക്തി കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന യോഗ്യതയെക്കുറിച്ചാണ് യോഹന്നാൻ 6:40 പറഞ്ഞതെങ്കിൽ അതേ യോഗ്യതയെക്കുറിച്ച് 1 യോഹന്നാൻ 5:12 പറയുന്ന കേൾക്കുക. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ദൈവപുത്രനെയാണ് സ്വന്തമാക്കുന്നത്. ദൈവപുത്രൻ ഇപ്പോൾ ഉണ്ട്. മാറ്റമില്ലാത്ത വചനമായ ദൈവപുത്രൻ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. എബ്രായർ 13:8 അവൻ മാറ്റമില്ലാത്തവൻ, ഇന്നലെയും ഇന്നും എന്നും മാറാതിരിക്കുന്നവൻ. അവൻ വചനമാണ്, അവൻ ആത്മാവാണ്, അവൻ ജീവനാണ്, അവൻ ശക്തിയാണ്, അവൻ കൃപയാണ്, അവൻ സർവസ്വമാണ്, അവൻ പിതാവിന്റെ പുത്രനാണ്. അവൻ ലോകത്തിലേക്ക് വന്ന് എന്നെയും നിന്നെയും രക്ഷിക്കാനാണ്. അവനെ സ്വന്തമാക്കണം. അവൻ മരിക്കുന്നതിന് തലേ സായം സന്ധിയിൽ സ്ഥാപിച്ചു എന്ന് അവകാശപ്പെടുന്ന കൂദാശയെ സ്വന്തമാക്കുക, കൂദാശകൾ അനുഷ്ഠിക്കുന്നവന്റെ വാക്ക് സ്വന്തമാക്കുക എന്നതല്ല ശരി, യേശുവിനെ തന്നെ സ്വന്തമാക്കുന്നതാണ്. അങ്ങനെ യേശുവിനെ സ്വന്തമാക്കുന്നവന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ വളരുന്നത് കൊണ്ട് സഹോദരനെയും സ്വന്തമാക്കുവാൻ സാധിക്കും. യേശുവിനെ സ്വന്തമാക്കാത്തവന് സഹോദരനെ സ്വന്തമാക്കാൻ പറ്റുകയില്ല. കർത്താവ് പറയുന്നു 1 യോഹന്നാൻ 4:15, 16, 17 വചനം, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ആരാണ് ദൈവത്തിൽ വസിക്കുന്നത്? ആരിലാണ് ദൈവം വസിക്കുന്നതെന്ന് ചിന്തിക്കുക. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു എന്ന ധാരണയാണോ ശരി?
അതോ ഇതാണോ ശരിയെന്ന് ഇപ്പൊ തന്നെ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം. യേശു ദൈവത്തിനാണെന്ന് യേശു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു. 1 യോഹന്നാൻ 4:15 അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ വസിച്ചാലേ അത് സാധിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ട് വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാം അവിടുത്തെ സ്നേഹിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. 1 യോഹന്നാൻ 4:20 ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. പ്രിയരെ, ഒരാളെ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ അയാൾ ക്രിസ്തുവിൽ വിശ്വസിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വസിക്കുകയും ചെയ്യുന്ന അവൻ മനുഷ്യനെ സ്നേഹിക്കും. കാരണം എല്ലാ മനുഷ്യരും സഹോദരരാണ്. ഒരു ഉദരത്തിൽ നിന്നും വെളിയിലേക്ക് വന്നവരാണ്. ദൈവപിതാവിൽ നിന്നും ജനിച്ച് കൂട്ടായ്മയാകുന്ന ആ വലിയ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ് എല്ലാവരും. അന്യോന്യം സ്നേഹിക്കുമ്പോൾ സ്നേഹം പൂർണ്ണമാകും. സ്നേഹം പൂർണ്ണമാകുമ്പോൾ ദൈവരാജ്യം മഹത്വപ്പെടും. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. 1 യോഹന്നാൻ 5:4 തിരുവചനം ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ലോകത്തെ കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്താൽ, ക്രിസ്തുവിനുള്ള നമ്മുടെ വിശ്വാസത്താൽ. കുമ്പസാരിക്കുന്നതും കുർബാന കൈക്കൊള്ളുന്നതും കൊന്ത ചെല്ലുന്നതും അത്തരം കലാപരിപാടികളാണെന്നൊന്നും കർത്താവ് പറയുന്നില്ല. അത് ഓരോരോ സഭകൾ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞു വെച്ചത് നുണയാണെങ്കിൽ പിന്നെ അത് സമർത്ഥിക്കാൻ വേണ്ടി അടുത്ത നുണകൾ പറഞ്ഞേ വെച്ചുള്ളൂ. പിന്നെ ആ നുണകൾ ശരിയാക്കാൻ വേണ്ടി അടുത്ത നുണകൾ പറയുക. അപ്പൊ സത്യം എന്നെ പോലുള്ളവർ പറയുന്നവരെ പുറത്താക്കുക, അല്ലെ അകത്താക്കുകയോ ചെയ്ത്, അല്ലെ കൊല്ലുകയോ തല്ലുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞു പിടിപ്പിച്ചത് എങ്ങനെയെങ്കിലും പിടിപ്പിച്ച് ആ സത്യത്തിലൊന്ന് നിലനിൽക്കാൻ വേണ്ടി അവർ പറഞ്ഞു പോയതുകൊണ്ട് അതിലൊന്നും പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നവന്റെ ആത്മാവും കൊണ്ട് പിശാച് പിടിച്ചു പോകും. അതിവൻ അറിയുന്നില്ല. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലക്ഷണം? ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ്. 1 യോഹന്നാൻ 5:4 നമ്മുടെ വിശ്വാസമാണ് ലോകത്തിന്മേലുള്ള വിജയം. ലോകത്തിന്റെ മേലെന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ മേലെന്നും പാപത്തിന്റെ മേലെന്നും ദുഃഖത്തിന്റെ മേലെന്നും സമ്പ്രദായങ്ങളുടെ മേലെന്നും പാരമ്പര്യങ്ങളുടെ മേലെന്നും ഒക്കെ അർത്ഥം. നമ്മുടെ വിശ്വാസമാകുന്ന പരിച കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവജനമായ ആത്മാവിന്റെ വാളും എടുത്ത് പിടിച്ചുകൊണ്ട് അശുദ്ധ ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ ലോകത്തെ ജയിക്കാം. ലോകത്തെ എങ്ങനെ ജയിക്കാമെന്ന് വചനസഹിതം ഒന്നോടെ പറഞ്ഞുകൊണ്ട് ഈ ലഘുപ്രസംഗം നിർത്തും. 1 യോഹന്നാൻ 5:5 യേശു ദൈവത്തിനാണെന്ന് വിശ്വസിക്കുന്നവന്, യേശു എന്ന് പറഞ്ഞാൽ അപ്പമല്ല കേട്ടോ, അടയല്ല കേട്ടോ, കൊന്തയല്ല കേട്ടോ, മാതാവല്ല കേട്ടോ, 7 കൂദാശകളോ 70 കൂദാശകളോ അല്ല കേട്ടോ, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായരുടെ ലേഖനം 1-3 പറയുന്ന സത്യദൈവം, എന്റെ രക്ഷകൻ ജീസസ് ഈസ് മൈ സേവിയർ, എന്റെ രക്ഷകനായ യേശു ക്രിസ്തു, അത് യേശു അവൻ മാത്രമാണ് എന്റെ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ കീഴടക്കുന്നത്? മറ്റാരാണ് ലോകത്തെ കീഴടക്കുന്ന പറഞ്ഞാൽ മറ്റാർക്കും ലോകത്തെ കീഴടക്കാൻ പറ്റില്ല. ബിഷപ്പാകട്ടെ, പാസ്റ്ററാകട്ടെ, കന്യാസ്ത്രീയുടെ പ്രൊവിൻഷ്യാളമ്മയോ ജനറാളമ്മയോ ക്രിസ്തു ദൈവത്തിനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ലോകത്തെ കീഴടക്ക, പാപത്തെ കീഴടക്ക, ദുഃഖത്തെ കീഴടക്ക, വേദനകളെ കീഴടക്ക, സകല തിന്മയും കീഴടക്ക. അവനുള്ളതാണ് ദൈവരാജ്യം.